ഭാരതത്തിന്റെ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം പുഷ്പകിന്റെ മൂന്നാം ഘട്ട പരീക്ഷണം ഇന്ന് നടക്കും. കർണാടകയിലെ ചിത്രദുർഗ എയ്റോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിലാണ് പരീക്ഷണം. രാവിലെ 7:15 ആരംഭിക്കുന്ന പരീക്ഷണം 7:30 അവസാനിക്കും. പുഷ്പക് RLVയുടെ പൂർണ്ണ കാര്യക്ഷമത സംബന്ധിച്ച സങ്കീർണ ഘട്ടമാണ് മൂന്നാം ഘട്ട പരീക്ഷണം. ഏതാണ്ട് 4.5 കിലോമീറ്റർ ഉയരത്തിൽ ഒരു ഹെലികോപ്റ്റർ, ചിനൂക്ക് ഹെലികോപ്റ്റർ, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററിൽ റിലീസ് ചെയ്യുക. ഒരു റൺവേയിൽ നിന്നൊരു 4 കിലോമീറ്റർ അകലെ. എന്നിട്ട് ഈ RLVയിലുള്ള പലതരം സെൻസേഴ്സ് ഉണ്ട്. ആ സെൻസറിൻ്റെ ഫ്യൂഷൻ വെച്ചിട്ട് അത് കൃത്യമായിട്ട് റൺവേയുടെ മിഡിൽ കണ്ടുപിടിച്ച് റൺവേയിൽ വന്ന് ലാൻഡ് ചെയ്യുക. അതും വളരെ ഉയർന്ന വേഗതയിൽ ഏതാണ്ട് 320 km/h വന്ന് ലാൻഡ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ എക്സ്പെരിമെൻറ്റ് അല്പം ലളിതമായിരുന്നു. രണ്ടാമതാക്കിയപ്പോൾ നമ്മളതിൻ്റെ ആ ഒരു ഡിഫിക്കൽറ്റി ലെവല് കൂട്ടി കൂടുതൽ ടാസ്കുകൾ കൊടുക്കാൻ തുടങ്ങി. മൂന്നാമത്തെ പരീക്ഷണം എന്ന് പറയുന്നത് റൺവേയിൽ നിന്നും ഈ പറയുന്ന പോലെ 4.2 കിലോമീറ്റർ ദൂരം 4.5 കിലോമീറ്റർ അകലത്തിൽ വെച്ചിട്ട് ഈ റൺവേയിൽ നിന്നും തിരശ്ചീനമായിട്ട് ലാറ്ററലായിട്ട് ഒരു 500 കിലോമീറ്റർ, 1/2 കിലോമീറ്ററോളം ഇല്ല, ആ അകലെ അവിടെയാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഈ RLVയുടെ അതിലുള്ള എയറോഡൈനാമിക് സർഫസസ് ഉണ്ട്, ലിവോൺസ്, അതുപോലുള്ള സർഫസ് ഉപയോഗിച്ച് ബാങ്ക് ചെയ്ത് കൃത്യമായിട്ട് മാനുവർ ചെയ്ത് ആ റൺവേയിൽ വന്ന് ലാൻഡ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇത് ആദ്യത്തെ 2 പരീക്ഷണത്തെ അപേക്ഷിച്ച് കൂടുതൽ സങ്കീർണമായിട്ടുള്ള ഒരു കണ്ടീഷനാണ് വെഹിക്കിളിന് കൊടുത്തിരിക്കുന്നത്.